ഹായ് കൂട്ടുകാരി, അപ്പോൾ ഇന്ന് എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പം കുഞ്ഞനാണെങ്കിൽ ഇന്നൊരു സ്കാനിങ്ങും കൂടി ഉണ്ട്. അപ്പം നമ്മൾ അതിനായിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അതിരാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, 6 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ആദ്യമേ കുഞ്ഞിനുള്ള സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 9 മണിക്കായിരുന്നു കേട്ടോ സ്കാനിങ്. പിന്നെ അതിന് ശേഷമാണ് എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റിന് കയറിയത്. അപ്പം നമ്മൾ ഗ്ലൂക്കോസ് കുടിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് കുടിച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം നമുക്ക് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമൊക്കെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റൽ കാര്യങ്ങളും പിന്നെ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് വൈകിയത്. അപ്പോൾ ഉണ്ണിയുടെ സ്കാനിങ്ങും ഗ്ലൂക്കോസ് ടെസ്റ്റും ഒറ്റൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ പോയി ഒരു 6 മണിക്കായിട്ട് പോയി. പിന്നെ വൈകിട്ട് ഒരു 6 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. അപ്പോൾ രാവിലെ ആദ്യം പോയത് ഗ്ലൂക്കോസ് ടെസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് 2-3 വട്ടം ബ്ലഡ് എടുക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ കുറെ പേര് ഇങ്ങനെ ക്യൂ നിന്ന് ടോക്കൺ എടുത്തിട്ടൊക്കെ വേണം ചെയ്യാൻ. ഉണ്ണിയുടെ സ്കാനിങ് പിന്നെ 9 മണിക്കായിരുന്നു. മറ്റേ 9 മണിക്കാണ് എത്തി. രാവിലെ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കഴിച്ച് വിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ സർജനെ കാണിച്ചപ്പോൾ സർജറിയുടെ ഡേറ്റ് നമുക്ക് എടുക്കാം. അതിന് മുന്നേ കാരണം എന്തോ ഒരു വേറെ ഒരു ഡോക്ടറെ കൂടി കാണിക്കണ്ടോ? ലേഡി ഡോക്ടറിന്റെ സജഷനും കൂടി ഇതിന്റെ സർജറി ചെയ്യാനുള്ള വലിപ്പമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വേണ്ടിട്ട് അത് എന്താ പറയുക, ഡോക്ടറുടെ സജഷനോട് കിട്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഓയിൽമെന്റ് ഇട്ടിട്ട് ഇത് വലുതാക്കാൻ പറ്റുമോ അങ്ങനെ നല്ല സർജറിക്ക് തയ്യാറോ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഓയിൽമെന്റ് ഇടണ്ടാന്ന് പറഞ്ഞപ്പോ ആവശ്യത്തിനുള്ള വലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അപ്പൊ നമ്മള് അവിടുന്ന് പോയി ആ ഡോക്ടറെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മുടെ കാണിക്കാൻ പോയി. സർജറി പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സർജൻ ഓക്കെ, നമുക്ക് സർജറി പെട്ടെന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് എടുത്ത് തന്നു. മെയ്യിലാണ്, മെയ് 21 ഉണ്ണിയുടെ സർജറി ഫിക്സ് ചെയ്ത് തന്നത്. അതിന് മുമ്പ് നമുക്ക് ഒരാഴ്ചക്ക് മുമ്പ് അതിന്റെ ടെസ്റ്റുകളുണ്ട്. ഒരാഴ്ചക്ക് മുമ്പ് മെയ് ലാസ്റ്റ് ആഴ്ച നമ്മൾ ഉണ്ണീനെ കൊണ്ടുപോകണം. അപ്പൊ മെയ് 21 സർജറിയുടെ ഒരു ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. നല്ല ടെൻഷൻ ഉണ്ട്. കാരണം മറ്റേ ആ ലേഡി ഡോക്ടർ പറഞ്ഞത് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഗ്യാപ്പിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോ ഇത് ചിലപ്പോ ഈ വീഡിയോ ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ കാര്യം അറിയില്ല. അപ്പൊ ഞങ്ങൾ എന്തിന്റെ സർജറി എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. അപ്പോ ഉണ്ണിയുടെ ലിംഗത്തിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോ മൂത്രം വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിംഗത്തിലൂടെ അല്ല വരുന്നത്, വേറൊരു ഹോളിൽ കൂടിയാണ് ഉണ്ണിയുടെ മൂത്രം വരുന്നത്. അപ്പോ അതാണ് സർജറിക്ക്. അപ്പോ മെയിലാണ് അത് പറഞ്ഞത്. പിന്നെ ഉണ്ടായിരുന്നത് ഇവളുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ആണ്, അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. അപ്പൊ നമ്മള് വീഡിയോ ചെയ്യുന്നത് എന്താണ് ആരുടെയും സിമ്പതിയും കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ ഒരു ഫാമിലി ആണ് നിങ്ങളും. അപ്പോ നമ്മുടെ കാര്യങ്ങള് നമ്മുടെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ കമന്റ് ബോക്സിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, കുഞ്ഞിന്റെ ഈ അവസ്ഥയൊക്കെ പറഞ്ഞ് അത് വ്യൂസ് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ മുന്നിലും അങ്ങനെ അതിനൊന്നല്ല. നമ്മുടെ കാര്യങ്ങള് നമ്മള് നിങ്ങളോട് നമ്മുടെ ഒരു ഫാമിലി എന്നുള്ള കാര്യങ്ങൾ അപ്പോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഞങ്ങളുടെ മോന്റെ സർജറി നല്ലതായിട്ട് വരാനായിട്ട്. നല്ല ടെൻഷൻ ഉണ്ട്, ഇപ്പോഴേ നല്ല ടെൻഷൻ ഉണ്ട്. അവര് പ്രായം അവന് 3 വയസ്സാവണതേ. ജനിച്ച മുതലേ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുമെന്ന് തന്നെ പറയാം. നമ്മള് സംഭവം ഈ ഇങ്ങനെയുള്ള നമ്മൾ ആരോടും ഷെയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എന്താ പറയണേ, ഈ ഒരു കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ. കുഞ്ഞിനെ വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടാവണം.
സംസാരിക്കണം. അപ്പൊ പിന്നെ ആരും അങ്ങനെ നെഗറ്റീവായിട്ട് കാണണ്ട. ഓക്കെ. ഇപ്പൊ ഇത്തിരി വെട്ടം കുറവൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങള് വീഡിയോസ് എടുക്കാനായിട്ട് ഒന്നതിൽ ലേറ്റ് ആയി. അപ്പൊ അതിന്റെ സൺഡേ ആണ്. അപ്പൊ കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പൊ ലേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ചിലപ്പോ നോയ്സ്, പുറത്തുനിന്നുള്ള നോയ്സ് ഇങ്ങനെ നമ്മള് ഇപ്പൊ നല്ല നല്ല കാറ്റുണ്ട്. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വീണ്ടും ഒന്നുകൂടി പറയാ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പൊ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ ദിവസം നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾ അറിയിക്കും. ഉണ്ണിയുടെ കാര്യങ്ങളാണെങ്കിലും സൗമ്യയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും. സ്കാനിങ് കൂടി ഉണ്ട്. അത് ഇനി അടുത്ത ട്രിപ്പ് ഹോസ്പിറ്റലിൽ പോക്കില് എന്റെ വിശേഷങ്ങൾ പറയാം. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു കൊച്ചു വ്ളോഗ് ചാനലാണ്, ഫാമിലി വ്ളോഗ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.